അളവിനനുസരിച്ച് ഇതാ അഭിഷേകത്തിന്റെ ശക്തി അഭിഷേകത്തിലും വളരണം. ഓരോ നിമിഷം പെന്തക്കോസ്ത് നാളിൽ പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല, അടുത്ത ദിവസം അതിന്റെ മുകളിൽ പ്രാപിച്ചോളണം, അതിന്റെ മുകളിൽ പ്രാപിച്ചോളണം. എന്തിനാണെന്നറിയാമോ? ഈ എൻ്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ദൈവശക്തിയിലൂടെ വേണം എനിക്ക് അവിടം വരെ പോകണം. മൂവാറ്റുപുഴ മാത്രമല്ല, എനിക്ക് കേരളം മാത്രമല്ല, എനിക്ക് തമിഴ്നാട് മാത്രമല്ല, എനിക്ക് ഇന്ത്യയുടെ അറ്റം മാത്രമല്ല, ഏഷ്യയുടെ അറ്റം മാത്രമല്ല, എനിക്ക് CC കൂടുതൽ വേണം, ശക്തി കൂടുതൽ വേണം. എനിക്ക് ലോകത്തിന്റെ അതിർത്തികൾ വരെയോ എനിക്ക് പോകണം. എനിക്ക് അഭിഷേകത്തിന്റെ ശക്തി ആവശ്യമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ അകത്തളത്തിൽ ജീവൻ, പുറത്തളത്തിൽ അഭിഷേകം, രണ്ടും ഒരാത്മാവിന്റെ പ്രവൃത്തിയാ. ഗ്ലോറി, രണ്ടും ഒരാത്മാവിന്റെ പ്രവൃത്തിയാ. അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മുടെ കോളിങ്ങിനനുസരിച്ച് വിവിധമായ ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ ജീവിതത്തിലൂടെ നടക്കും. ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലം കാണാൻ പറ്റാത്തതാണ്. കാണാൻ പറ്റാത്തതിൻ്റെ ദൃശ്യം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടും. ദൃശ്യമായത് ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ. ഇവിടെയാണ് കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്നും പഠിപ്പിക്കുന്നില്ല, അതിന് പഠിപ്പിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ഇതാ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നത്. ആമേ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇവിടെ ഇതിൽപ്പെട്ടതാണ് അന്യഭാഷയുടെയും പ്രവചനത്തിൻ്റെയും ഹീലിങ്ങിൻ്റെയും ഭാഷകളുടെ വ്യാഖ്യാനത്തിൻ്റെയും ഇത് എല്ലാ പ്രവചനത്തിൻ്റെയും ഇതെല്ലാം അവിടെ വ്യാപരിക്കാനിടയാണ്. അത് ഓരോരുത്തരുടെയും കോളിങ്ങിനനുസരിച്ച് ആത്മാവ് ഇഷ്ടമുള്ളതുപോലെ അവരവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയാകും. പക്ഷേ ഇത് നമ്മൾ അറിയാതെ ഇരുന്നാൽ ഈ മണ്ഡലം നമ്മൾ തുറക്കപ്പെടത്തില്ല. അറിയണം. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ തൻ്റെ ആത്മാവിലൂടെ പറയുന്നത്, ഇതിനെ നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ആ വാക്യം 1 കൊരിന്ത്യർ 12-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ അവിടെ എഴുതണത് എന്നാണെന്നറിയാമോ? ഇതിനെ നിങ്ങൾ അറിയാതെ. അപ്പോൾ ഇതിനെ അറിയാതിരുന്നാൽ എന്തു പറ്റും? നിങ്ങൾക്കിതിനെ പ്രാപിക്കാൻ കഴിവുള്ളത് അല്ല. ഗ്ലോറി, ഇതിനെ നിങ്ങൾ അറിയാതെ ഇരുന്നാൽ ഇതിനെ പ്രാപിപ്പാൻ നിങ്ങൾക്ക് കഴിവുള്ളത് അല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും അത് നിരൂപിച്ചിട്ടുമില്ല. എന്നാലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ ഇത് വെളിപ്പെടുത്തുന്നു, അറിയിക്കുന്നു. എന്തിനാ അറിയിക്കണേ? അറിഞ്ഞാലേ അതിൽ ജീവിക്കാൻ പറ്റും. അറിഞ്ഞാലേ അതിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കണം, ഇതറിയണം. ആ 1 കൊരിന്ത്യരിലേക്ക് കടന്നു വന്നാട്ടെ. No, Lord, I love you. 1 കൊരിന്ത്യർ chapter 12 ഗ്ലോറി, അവിടെ എന്തുവാ എഴുതിയിരിക്കണം നോക്കി. സഹോദരന്മാരെ, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ. അപ്പോൾ ആദ്യം തന്നെ വിശ്വാസികൾ ഈ ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അവർക്ക് ഈ മണ്ഡലം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഇതിനെക്കുറിച്ച് അറിവ് വേണം, എങ്കിലേ നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. കാറിനെക്കുറിച്ചും കാറിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ചും അറിയാത്ത വ്യക്തി എങ്ങനെയാണ് കാറ് ഓടിക്കുന്നേ? ഗ്ലോറി. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് അറിയണം. കാരണം ഈ ലോകത്ത് ഇതെന്തിനാ തന്നേക്കണേ? നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി അല്ല, ജനങ്ങളെ അധികമായി ദൈവരാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാനാണ്. ഗ്ലോറി. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു കമ്പനിയുണ്ട്, അതിലൊരു സെയിൽസ്മാൻ ഉണ്ട്. ആ സെയിൽസ്മാന് ഇതാ ഒരു ദിവസം രാവിലെ മുതൽ ഭയങ്കര അധ്വാനിയാണ്. രാവിലെ മുതൽ ഇറങ്ങിയിട്ട് ആ വ്യക്തി ഒരു 10-15 കസ്റ്റമറെ കണ്ടു. ഏകദേശം ഇതാ ഒരു 20-25,000 ബിസിനസ്സുമായിട്ട് ആ ദിവസം വരുന്നത്. നല്ല ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ബിസിനസ്, ഒരു ചെറുപ്പക്കാരനായ സെയിൽസ്മാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇവൻ ഇത്രയും നടന്ന് ഇത്രയും ലാഭം ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഇവനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്താലോ? ഇതേപോലെയാണ് ഈ കൃപാവരങ്ങൾ. മനസ്സിലായോ? ഇതേപോലെ സ്വർഗം ചിന്തിക്കുന്നതാണ് ഈ കൃപാവരങ്ങൾ. ഗ്ലോറി. ഇവൻ ഇത്രയും ഫലമുള്ളതാണെങ്കിൽ ഇവനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്താൽ ഇവൻ നടന്നു പോയി 15 കസ്റ്റമറെ മീറ്റ് ചെയ്ത് ഒരു ദിവസം 25,000 രൂപ ബിസിനസ് കൊണ്ട് വരുന്നെങ്കിൽ ഇതാ ഇവന് മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ ഇവൻ ഇതിൻ്റെ 2-3 ഇരട്ടി കസ്റ്റമറെ മീറ്റ് ചെയ്യും. ഗ്ലോറി. അല്ലെങ്കിൽ അത്രയും ആദായം ആർക്കാ? കമ്പനിക്കാ. ഇതുപോലെ സ്വർഗത്തിലേക്ക് ആദായം ലഭ്യമാകാൻ നമുക്ക് തരുന്ന മോട്ടോർ സൈക്കിളിന് തുല്യമായ സ്പിരിച്വൽ ഫെസിലിറ്റിയാണ് കൃപാവരങ്ങൾ.
ഗ്ലോറി. ഹല്ലേലൂയ. ഇത് നമ്മളുടെ ഏതെങ്കിലും ടോക്കണോ അപ്രീസിയേഷനോ ഒന്നും അല്ല. ഇത് കമ്പനിയുടെ ടൂളാണ്. കമ്പനി കൊടുക്കുന്ന ടൂൾസുകൾക്ക് തുല്യമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മളേതോ ഗ്രേറ്റ് മാൻ ആയതുകൊണ്ട് ദൈവം തന്നൊന്നുമല്ല. ടോക്കണോ അപ്രീസിയേഷൻ. കാരണം കൂടുതൽ ബെനിഫിറ്റ് ഇതാ ദൈവരാജ്യത്തിനുണ്ടാകണം. കൂടുതൽ ആളുകളെ കർത്താവിങ്കലേക്ക് ദൈവരാജ്യത്തിലേക്ക് തിരിക്കുവാൻ ഇതിലൂടെ ഇടയായിത്തീരണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനായി നിങ്ങൾ കാക്ഷിക്കണം, ഇതിനായി നിങ്ങൾ ആഗ്രഹിക്കണം, ഇതിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ ശക്തിയിൽ വളരെ കർത്താവേ എനിക്ക് പ്രവചനത്തിൻ്റെ ദൂത് തരണമേ. ഇതാ നിങ്ങൾ തുടങ്ങിയപ്പോൾ അന്യഭാഷയിൽ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ? അതിൻ്റെ വിവർത്തനം അപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ? നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ കർത്താവ് അറിയിച്ചു. കാരണം അന്യഭാഷ പ്രവചനവുമായി തീരും. അന്യഭാഷയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. അന്യഭാഷയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ആർക്കും പ്രയോജനം, സഭയിലുള്ളവർക്ക് പ്രയോജനമില്ല. അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. എന്നാൽ അന്യഭാഷയെ സംസാരിക്കുന്നവൻ വിവർത്തന വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ എന്തെന്ന് ആത്മമണ്ഡലത്തിൽ നിന്ന് നമ്മുടെ അകത്തേക്ക് വെളിപ്പെടുവാനായിട്ടിടയാകും. ആത്മമണ്ഡലത്തിലെ ദൈവത്തിൻ്റെ ചിന്തകൾ എന്തെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടും. അത് നമ്മുടെ വായു ഉപയോഗിച്ച് നമ്മുടെ ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. ഇതിൻ്റെ ഇടയിലൂടെ കർത്താവ് നടക്കുന്നുണ്ട്. ഗ്ലോറി. ഇതിൻ്റെ ഓവർസിയർ കർത്താവാ. ഇതിൻ്റെ ഓവർസിയർ 7 പൊൻനിലവുകളുടെ ഇടയിലൂടെ നടന്നിട്ട് കർത്താവ് എന്നാ പറയണേ? കുഞ്ഞേ, നിനക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന കുറവുകളുണ്ട്, ഇന്നത് കറക്റ്റ് ചെയ്യുക, ഇന്നത് റെഡിയാക്കുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതേപോലെ നമ്മളല്ല സംസാരിക്കേണ്ട, കർത്താവാ സംസാരിക്കേണ്ടത്. കർത്താവ് സംസാരിക്കുമ്പോൾ നമ്മുടെ അകത്തളങ്ങൾ കറക്റ്റ് ചെയ്യപ്പെടും. ഗ്ലോറി. നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കും. മനസ്സാന്തരപ്പെടേണ്ട മണ്ഡലങ്ങൾ മനസ്സാന്തരപ്പെടുവാനായിട്ട് ഇടയാകും. ആത്മാവാ സംസാരിക്കേണ്ടേ, നമ്മളല്ല സംസാരിക്കേണ്ടത്. ഗ്ലോറി. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണം. നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ഇടയാകും. ഗ്ലോറി. അപ്പോൾ നമുക്ക് ബാലൻസിങ് വേണം. 2 മണ്ഡലത്തിലും ബാലൻസിങ് വേണം. അതായത് ഇതാ അകത്തളത്തിലെ മണ്ഡലവും പുറത്തെ മണ്ഡലവും. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ നിങ്ങൾക്ക് അകത്തേക്കും വരാം, പുറത്തേക്കും പോകാം. എന്താ പുറത്തേക്ക് പോകാൻ കാരണം? അധിക ദിവസങ്ങൾ പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. തൽക്കാലമേ പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി. അധിക ദിവസം ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്നു, ഇപ്പോൾ ഞാൻ അകത്ത് കയറുന്നു, പുറത്തിറങ്ങുന്നു, അകത്ത് കയറുന്നു. ഈ പുറത്തിറങ്ങണ അകത്ത് കയറണമെന്ന് വേറെ ആരുമല്ല, നമ്മുടെ സോളാണ്, നമ്മുടെ ഹൃദയമാണ്. ഗ്ലോറി. നമ്മുടെ ഹൃദയമാണ് അകത്തേക്കും പുറത്തേക്കും ഒക്കെ കയറുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ അകത്തും പുറത്തും ജീവിക്കുക. ഇങ്ങനെ കുറച്ച് നാൾ അകത്തും കയറി കുറച്ച് നാൾ പുറത്തും ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ ശരീരത്തിലെ സമയം തീരും. ഗ്ലോറി. അതോടുകൂടെ പിന്നെ അകത്ത് വസിക്കാം. പിന്നെ പുറത്ത് പോകാൻ പറ്റില്ല. ശരീരം ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് പോകാൻ പറ്റൂ. ശരീരം ഉണ്ടെങ്കിലേ പുറത്തേക്ക് പോകാൻ പറ്റൂ. ഗ്ലോറി. അപ്പോഴും നമ്മൾ മരിക്കുന്നില്ല, നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. മനസ്സിലായോ? നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാ. അപ്പോൾ ഈ സമയത്ത് മാത്രമേ നമുക്ക് അകത്തും പുറത്തും ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി. ഹല്ലേലൂയ. പിന്നെ നമ്മൾ അകത്ത് മാത്രമാ. പിന്നെ നമ്മൾ ജയം പ്രാപിക്കുന്നുവെങ്കിൽ യേശുവിനോടുകൂടെ അതിന് ഇങ്ങോട്ട് വരുന്നേ, യേശുവിനോടുകൂടെയാണ് വാഴാനായിട്ട് വരുന്നേ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രിയ ദൈവത്തിനമേ, നമ്മൾ ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, പലപ്പോഴും പ്രസംഗിക്കുന്നത് ചരിത്രത്തിലെ യേശുവാണ്. യേശു അന്ന് അത് ചെയ്തു, യേശു ഇന്ന് അത് ചെയ്തു എന്ന് പറയും. നല്ല കാര്യം, നമ്മളത് പറയണം. പിന്നെയും പറയും, യേശു നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുക, യേശു നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുക, യേശു അത് ചെയ്യുക. അത് നമ്മൾ പറയുന്ന ഭാവിയിലെ യേശുവിനെ കുറിച്ചാണ്. ശ്രദ്ധിച്ചേ, ഒന്ന് നമ്മൾ ചരിത്രത്തിലെ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ നമ്മൾ ഭാവിയിലെ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് ഇന്നത്തെ യേശുവിനെ കുറിച്ച് പറയാം. ഇന്നത്തെ യേശുവിനെ കുറിച്ച് പറയാം. ഇന്നത്തെ യേശു എന്താ? പൗലോസ് പറയാണ്, ഞാൻ മരിച്ചു, ഇനി ഞാനല്ല, ആ യേശു ഇന്ന് എന്നിലൂടെ ജീവിക്കുന്നു. ഇന്ന് എന്നിലൂടെ നിങ്ങളുടെ യേശു ജീവിക്കട്ടെ. ചരിത്രത്തിലെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, ഭാവിയിലെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. ഇന്ന് യേശു നമ്മിലൂടെ ജീവിക്കട്ടെ. ഇന്ന് യേശു നമ്മളിലൂടെ ജീവിക്കുന്ന ലോകത്തിനെ തെളിയിക്കുവാനായിട്ട് ഇടയാകട്ടെ. ആ യേശുവിന്റെ ആലയമാ എന്റെ ഈ ശരീരം. ഗ്ലോറി. ഹല്ലേലൂയ. ഇന്ന് യേശു നമ്മളിലൂടെ ജീവിക്കണം, ഇന്ന് ജീവിക്കണം. ഉറിമല കന്തനി റുക്കൂല പലകത്തൻ ആരക. ആ യേശു ഇവിടെ ഉണ്ട്, യേശു നമ്മോട് കൂടെ ഇവിടെ ഉണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ യേശു നമ്മളിലൂടെ കാണപ്പെടുവാനായിട്ട് ഇടയാകണം, നമ്മളിലൂടെ വെളിപ്പെടുവാനായിട്ട് ഇടയാകണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്നലെ യേശു അത് ചെയ്തു, ഇന്നലെ യേശു ഇത് ചെയ്തു, നാളെ യേശു അത് ചെയ്തു, നാളെ യേശു അത് ചെയ്യും. അല്ല, അത് ചെയ്യട്ടെ, നല്ല കാര്യം. ഇന്ന് യേശു എന്നിലൂടെ എന്ത് ചെയ്യാം?
ഇന്ന് ഞാൻ യേശു എൻ്റെ അകത്തുണ്ട്. ഇതാ മറഞ്ഞു കിടന്ന മർമ്മം, മഹത്വത്തിൻ്റെ പ്രത്യാശ. യേശു നിങ്ങളിൽ വസിക്കുന്നു. ആ വസിക്കുന്ന യേശു ഇന്ന് നമ്മിലൂടെ ജീവിക്കണം. ഇനി നമ്മിലൂടെ ഒരു റൂക്കലു കുത്തൂരമലകതനാരകറക്കന, ആ യേശുവിന് നമ്മിലൂടെ ജീവിക്കണം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേൾക്കണമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതാ മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായം. Oh Lord, I love you. Father, I thank you. Thank you for the heavenly army, Lord. Oripala kantini kuru kulu rikatina riga. ദാ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. ഓ ഫാദർ ജീസസ് ഇവിടെ പറയാണ്, വിശ്വസിക്കുന്നവരെ ഇങ്ങനെ തിരിച്ചറിയാം. ഗ്ലോറി, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. സർപ്പങ്ങളെ പിടിച്ചെന്ന് വെച്ചാൽ മാളത്തെ കിടക്കുന്ന സർപ്പത്തെ പിടിക്കുന്ന കാര്യമല്ല ഈ പറയണേ. സർപ്പ റെപ്രസെന്റ് ചെയ്യുന്ന പിശാചിനെയാ. അവന്റെ പ്രവർത്തികളെ പിടിച്ചടക്കി കളയും അവരെ. ഗ്ലോറി, പിശാചിന്റെ പ്രവർത്തികളെ പിടിച്ചവരെ അടക്കും. അല്ലാണ്ട് മാളത്തെ കിടക്കുന്ന സർപ്പത്തെ കൈ പിടിക്കുന്നല്ല ഈ പറയണേ. ഗ്ലോറി, താഴേക്ക്. മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. മരണകരമായി യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരത്തില്ല. എൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആരും മരണകരമായി പോയി എടുത്ത് കുടിക്കാനൊന്നും പോകത്തില്ല. പക്ഷെ അബ്ദവശാൽ എന്തെങ്കിലും സംഭവിച്ചാൽ നാം വിശ്വസിക്കുന്നവരെങ്കിൽ, ഏത് വിശ്വസിക്കുന്നവർ ആരാണെന്ന് അറിയാമോ? പുതിയ സൃഷ്ടികളാ. ഗ്ലോറി, ആ പുതിയ സൃഷ്ടിയുടെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലല്ല, പ്രൈമറി